മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മുടെ ശരണി ആനന്ദ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ജിൻഡപ്പന ഫാൻസിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ജിൻഡപ്പ ക്ഷമിക്കണം, മാപ്പ്, അന്നൊരു ടാസ്കിനിടയിൽ ജിൻഡപ്പൻ തലയ്ക്ക് പിടിച്ചെന്ന് പറഞ്ഞൊരു ഇതുണ്ടായല്ലോ, ഭയങ്കര കോളിളക്കാണ് അവിടെ ഉണ്ടാക്കിയത്. ചെയ്യാത്ത കാര്യത്തിനാണ് എല്ലാവരും കൂടെ ജിൻഡപ്പനെ എടുത്ത് പൊങ്കാലയിട്ടത്. അദ്ദേഹം ജയിലിലടയ്ക്കും, ഡയറക്റ്റ് നോമിനേഷൻ ഇടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവർ വെളിയിലിറങ്ങിയപ്പോൾ അവർ പറയുന്നത് ജിൻഡപ്പ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം, അത് അർജുനാണ് എൻ്റെ തലയ്ക്ക് പിടിച്ച് തലമുടിയെ പിടിച്ചത് എന്നാണ്. ഇത്ര നാൾ അവർക്ക് ജിൻഡപ്പനാണെന്നും പറഞ്ഞായിരുന്നു. അവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടായി. ലാലേട്ടനെ കൊണ്ട് ജിൻഡപ്പനെ ഇത് ചെയ്യുന്നു, വഴക്ക് പറയിപ്പിക്കുന്നു, ഒരുപാട് ഇതായിരുന്നു. വെളിയിറങ്ങി കഴിഞ്ഞപ്പം ജിൻഡപ്പൻ്റെ ഫാൻസ് ബേസ് മനസ്സിലാക്കിയ ശരണ്യെ മറുചണ്ടം ചാടി. പിന്നെ നമ്മുടെ സീരിയൽ നടി ഒറിജിനൽ സീരിയൽ നടിയായി. അവർ പിന്നെ ജിൻഡപ്പൻ്റെ ഫാൻ. ഇപ്പം ജിൻഡപ്പനെ വാനോളം പോയെടുത്തോളാം. ജിൻഡപ്പൻ കപ്പഴിക്കാനുള്ള ഇതായതുകൊണ്ട് ജിൻഡപ്പൻ ജെനുവിനാണ്, ജിൻഡപ്പൻ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് ഇത് ചെയ്യുകയാണ്. സത്യമാണ്, ജിൻഡപ്പൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. പക്ഷേ ഇവർ നന്നായിട്ട് അവിടെ ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ ഇവർ ഈ ശരണി ആനന്ദ് ഫൈനലിൽ വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു തീർച്ചയായും. പക്ഷെ അവർ അവിടെ പോയി ഗെയിമൊന്നും കളിക്കാതെ ചുമ്മാ പവർ റൂമിൻ്റെ ഇതും പറഞ്ഞ് അവിടെ ചുമ്മാ കയറി ഇരിക്കുന്നതല്ലാതെ അവർ അവരുടേതായ ഒരു കണ്ടന്റ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുമോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു കാര്യത്തിൽ ഇടപെടുകയോ അങ്ങനെയൊന്നും ഒരു ഇതില്ല. അവർ ശ്രീതും ആയിട്ടും ഒക്കെ ആയിട്ട് പിന്നെ സിജോയും ഒക്കെ ആയിട്ടായിരുന്നു കൂടുതൽ കമ്പനി. ഇവരുമായിട്ടൊക്കെ മാത്രമുള്ളവർ അവർ കൂടുതൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക്. പിന്നെ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായി ഇവർക്ക് ശ്രീയിലേക്ക്. അത് ഒരുപക്ഷെ അതായിരിക്കും ഇവർക്ക് ഒരുപാട് ഇതായി. എന്തായാലും ജിൻഡപ്പൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.